അമ്മമ്മ എന്റെ പേരിൽ ചേർന്ന ഹെൽത്ത് ഇൻഷുറൻസിന് ഒരു സൈൻ വാങ്ങിക്കാനാ അവര് വന്നത്. വല്ല കാശ് കിട്ടുന്ന ഇടപാട് വല്ലതും ആണോ? ഹെൽത്ത് ഇൻഷുറൻസാ. അസുഖം വന്ന ചികിത്സിക്കാൻ പണം വേണ്ട. എന്നാ പിന്നെ സർക്കാർ ആശുപത്രി പോയിക്കൂടെ? വലിയ കോവിലകം, കൊമ്പത്ത മന്ത്രി. ഹോ, ചികിത്സയ്ക്ക് പണത്തിന് തെണ്ടായി ഇൻഷുറൻസ്. ഹോ, ഇങ്ങനത്തെ ദരിദ്ര പിശാചുക്കളെ ഞാൻ എന്റെ ജന്മത്തിൽ കണ്ടിട്ടില്ല. ഹോ. അമ്മേ, അമ്മേ എന്താ പറ്റിയേ? അമ്മേ, ചേച്ചി എന്തു പറ്റി? എല്ലാം കേട്ട് ബോധം പോയതാ. അകത്തോണ്ടോയി കിടത്താൻ നോക്ക്. അമ്മേ വാ, എണീക്ക്. ചേച്ചി ചേച്ചി എണീക്ക്, എണീക്ക്. വാ, എഴുന്നേക്ക് പതുക്കെ. വാ, ചേരട്ടാ. പതുക്കെ വാ അമ്മേ. മോളെ, എന്താ ചേച്ചി? സോറി മോളെ, പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് ഞാൻ അറിയാതെ മോളോട് എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കും മോളെ. അതാണോ? സാരല്ലേ പ്രിയജി. പ്രിയജി എന്നോട് ദേഷ്യപ്പെട്ടപ്പോ എനിക്ക് ആ സമയത്ത് വല്ലാത്ത സങ്കടം തോന്നി. പിന്നെ അത് മാറി. ജയേട്ടൻ കള്ളൊക്കെ കുടിച്ചു വന്നപ്പോ ഞാൻ ആകെ കിളി പോയൊരവസ്ഥയിലായിരുന്നു. അതാ അങ്ങനെ പറ്റിയത്. മോളതൊന്നും മനസ്സിൽ വെക്കരുത്. ഈ ഇല്ല പ്രിയജി, ഞാനത് അപ്പോഴേ മറന്നു. ചേച്ചി അന്നങ്ങ് വിട്ടേക്ക്. ജയേട്ടൻ ഒരു കൺട്രോളില്ലാത്ത പോക്കായി പോകുന്നേ. സത്യം പറഞ്ഞ ആളൊരു പാവമാ. മനസ്സിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ലെന്നാ ജയേട്ടൻ പറയുന്നത്. രണ്ടെണ്ണം അടിക്കുമ്പോ അതങ്ങ് ശരിയാവുന്നു. അതൊക്കെ കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ന്യായീകരണങ്ങളാണല്ലോ. അതെനിക്കറിയാം. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലെന്നേ. ജയേട്ടൻ എന്ത് ഇടപാടുകൾ തുടങ്ങിയാലും അത് 8 നിലയിൽ പൊട്ടും. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഞാൻ ഇന്ത്യയിലും വിദേശങ്ങളിലുള്ള എത്ര കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമയാണെന്ന് പ്രിയജിക്ക് അറിയില്ല. അതിവരെ അറിയിച്ച് ഒരു വലിയ ആളാകാൻ എനിക്ക് താല്പര്യവുമില്ല. ഞാൻ ചേട്ടനെ സഹായിക്കാന്ന് പറഞ്ഞത് വളരെ സിൻസിയറായിട്ടാ. വലിയ കൊട്ടാരമൊക്കെ ഉണ്ടെന്നല്ലാതെ നീ ഒരു പാവമല്ലേ മോളെ. നീ എന്ത് ചെയ്യാനാ? എന്തോ നാടിയുടെ നിനക്ക് ഇവിടെ ഈ മുറിയിൽ എന്താ കാര്യം? ഒന്നുമില്ലമ്മേ, ഞാൻ ഈ അയൺ ബോക്സ് എടുക്കാൻ വന്നതാ.